കാട്ടാളൻ അറിയാതെ കയറി പെട്ടുപോയി ഗൈസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഷെരീഫ് മുഹമ്മദ് മാർക്കോയുടെയൊക്കെ പ്രൊഡ്യൂസർ, ആ ഒരു ബാനറിലാണ് ഫ്രം ദ ഹൗസ് ഓഫ് മാർക്കോ എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത്. പോൾ ജോർജ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. രവി ബസ്രൂറും അജനീഷ് ലോകനാഥുമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള പോൾ ജോർജും ജെറോ ജേക്കബും ഉണ്ണിയാറും പിന്നെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ജോബി വർഗീസുമാണ്. ഈ ജോബി വർഗീസിന്റെ പണി വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമയിൽ മൊത്തത്തിൽ ഒരു 35 അല്ലെങ്കിൽ 40 ഡയലോഗേ ഉള്ളൂ. 2.5 മണിക്കൂർ അടുത്ത സിനിമയുണ്ട്. ഈ 2.5 മണിക്കൂർ പടത്തിൽ ആകെ ഒരു 35 അല്ലെങ്കിൽ 40 ഡയലോഗേ കാണുള്ളൂ. അതിൽ ആന്റണി പെപ്പയ്ക്ക് തന്നെ ഒരു 10 ഡയലോഗ്, ജഗദീഷിന്റെ 10 ഡയലോഗ്, സുനിലിന് 10 ഡയലോഗ്, അപ്പം പിന്നെ മറ്റേ കബീർ ദുഹാൻ സിംഗ് അങ്ങേർക്ക് ഒരു 5 ഡയലോഗ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്രിഞ്ചടിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗ്. അപ്പോൾ പെരുന്നാളായിട്ട് പടക്കമൊന്നും വാങ്ങിച്ച് പൊട്ടിച്ചില്ല എന്നുള്ള ഒരു വിഷമം അങ്ങ് മാറി. മാത്രമല്ല ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേയും പെരുന്നാളും കൂടെ ഒരുമിച്ച് വരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കാം. നമ്മുടെ ആൻസൺ പോള് ഇതിനകത്ത് തുടക്കത്തിൽ കുറച്ച് റോളുണ്ട്. ജഗദീഷ്, ആന്റണി വർഗീസ് പെപ്പെ മെയിൻ ലീഡ്, തുഷാര വിജയൻ, സുനിൽ, കബീർ ദുഹാൻ സിംഗ്, സിദ്ദിഖ്, ഹിപ്സ്റ്റർ, ഷോൺ ജോയ്, ഹനാൻ ഷാ, അങ്ങനെ കുറേയധികം ആളുകളുണ്ട്. ഹിപ്സ്റ്ററൊക്കെ എനിക്ക് തോന്നുന്നു ആവേശത്തിന് ശേഷം പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ മൊത്തത്തിൽ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആനക്കൊമ്പ് കാർട്ടൽ, അതാണ് കഥ. ഇങ്ങനെ ഈ കള്ളക്കടത്തിന്റെ കഥ തന്നെ നമ്മൾ പല സിനിമകളിലായിട്ട് ഇപ്പൊ കണ്ട് വെറുത്ത്. പുഷ്പ തന്നെ 2 പാർട്ട്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പടം വന്നു. അതിന് പിന്നെ വേറെ ഭാഷകളിലൊക്കെ ഈ ഒരു തീം വെച്ചിട്ട് കുറെ പടങ്ങൾ. അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അവിയൽ പരുവം. അത് നല്ല രീതിയിലായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതിനകത്ത് ഇത്രയും ചത്ത പ്രേക്ഷകരുടെ കൂട്ടിരുന്ന് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമ കാണുന്ന ആദ്യം. സിനിമ തുടങ്ങുന്നത് തൊട്ട് സിനിമ തീരുന്നിടം വരെ ഒരാൾ അനങ്ങിയിട്ടില്ല, ഒരു വിരൽ അനങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും മരിച്ചിരിക്കുക. ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാനിരിക്കുക. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, ഒരു ബിലോ ആവറേജ് എന്നൊക്കെ പറയാം. ഇപ്പം ഞാൻ മോശം പറയുന്നതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും കാണാതിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കെന്തോ തീരെ വർക്കായില്ല സിനിമ, എനിക്ക് ഒട്ടും വർക്കായില്ല. എനിക്ക് എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഔട്ടിരുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ആനയെ കൊല്ലുന്ന സീനുണ്ട്. അതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന എന്തിനാണ്? ആനയെ വെടിവെച്ച് അങ്ങ് കൊല്ലുന്നത്. പിന്നെ അതിനകത്ത് കിടന്ന് ഇത്രയും കെട്ടിമറിഞ്ഞ് കാര്യങ്ങൾ കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു. നിങ്ങളെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ മാത്രമല്ല ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. സ്പോയിലർ ആയത് കാരണം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇതിനകത്ത് കാസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ഡയലോഗ് കുറവാണ്. മലബാറുകാരുടെ കടവുൾ ഹനാൻ ഷാ ഉണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ, അത് മലബാറുകാർക്ക് എന്തോ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരനൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഇതിനകത്ത് ഊമ ക്യാരക്ടറാണോ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പടം തുടങ്ങുന്ന തൊട്ട് പടം തീരുന്നിടം വരെ കുറേ സീനുകളിൽ ഇങ്ങനെ വന്നു പോകുന്നതല്ല, വാ തുറക്കുന്നില്ല. അത് അങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ ഹിപ്സ്റ്റർ ഇടയ്ക്ക് ജഗ്വേര ലുക്കിലൊക്കെ വന്നിട്ട് ഹിപ്സ്റ്റർ എന്തൊക്കെയോ കാണിക്കുന്നു. തുഷാര വിജയൻ വന്നിട്ട് അതിടയ്ക്ക് കയറി വരുന്നുണ്ട്. എന്തോ അവരുടെയൊക്കെ എടുത്താൽ പൊങ്ങാത്തൊരു ക്യാരക്ടറായിട്ട് തോന്നി. അതുപോലെ തന്നെ ആന്റണി പെപ്പയുടെ തുടക്കത്തിലുള്ള കുറേ ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷനൊക്കെ ഭയങ്കര ആദ്യമായിട്ടൊക്കെ നമ്മൾ ഈ അമച്വർ മൂവീസിലൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഒരു ഡയറക്ഷന്റെ പ്രശ്നമായിരിക്കും അത്. കാരണം ആന്റണി ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ആന്റണിയുടെ ഫൈറ്റിലൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ RDX ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല മാസ് ഒരു ഫൈറ്റൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും തരക്കേടില്ലാത്ത ഫൈറ്റ്, വലിയ കുഴപ്പമില്ലാത്തൊരു ഫൈറ്റ് ഇതിലുണ്ടെന്ന് പറയാം. പിന്നെ എനിക്ക് ഈ സിനിമക്കാർക്ക് എന്തോ നിർബന്ധമാണ്, ഒരു ആക്ഷൻ പടമായി കഴിഞ്ഞാൽ, ഒരു കാർട്ടൽ അങ്ങനെയുള്ള ഒരു കള്ളക്കടത്തിൻ്റെയൊക്കെ സിനിമയാണ് കഴിഞ്ഞാൽ ഇത്രയും വണ്ണമുള്ള സിഗാർ വലിച്ചിരിക്കണം എന്നെന്തോ അവരുടെ ഇടയ്ക്ക് എന്തോ നിയമമുണ്ട്. വരുന്നൊരു 3 കൊല്ലം ഇത്രയും മുട്ടത്തിലുള്ള സിഗാർ എടുത്ത് വലിക്കണം, ആവശ്യമുണ്ടെങ്കിലും ഇല്ലല്ലോ എല്ലാം വലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അത് ഇപ്പം കണ്ടുകണ്ടത് വളരെ ക്ലീശയായത്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാനാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് മെയിൻ വില്ലനായിട്ടുള്ള മാരി എന്ന് പറയുന്ന ക്യാരക്ടറും അത് കഴിഞ്ഞ് വരുന്ന മിനിസ്റ്റർ ഉപയോഗിക്കുന്ന ഒരേ കാർ. ഇനി മാരിയുടെ കാർ എടുത്തുകൊണ്ട് മിനിസ്റ്റർ വന്നതാണോ എന്നറിയില്ല. രണ്ടുപേരും ഒരു ബ്ലാക്ക് കളർ ടൊയോട്ട വെൽഫെയർ ആണ് ഉപയോഗിക്കുന്നത് ആ 2 സീനിലും. അതുപോലെ തന്നെ പെപ്പയെ കാണിക്കുന്ന സീനിൽ പെപ്പയുടെ ഫേസ് മുഴുവൻ അടികൊണ്ട് ബ്ലഡായിട്ടാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത സീനിൽ പെപ്പെ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ഫേസുമായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ജഗദീഷിന്റെ ക്യാരക്ടർ ജഗദീഷ് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീനിൽ വന്നു പോകുന്നുണ്ട്, അതും കുഴപ്പമില്ല. പെപ്പെ തുടക്കത്തിൽ കുറച്ച് എന്തോ ഒരു മിസ്മാച്ച് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സിങ്കായി. പക്ഷേ ഈ പറയുന്ന പോലെ ഡയലോഗുകളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇങ്ങനെ ആക്ഷൻ പരിപാടി, ഒരു ആക്ഷൻ പടമാണ് ഓഫ് കോഴ്സ്. സോ ആക്ഷൻ്റെ പരിപാടിയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നു, പക്ഷേ അത്രയും ഹൈ ഒന്നും ആക്ഷൻ ഇല്ല. പിന്നെ ഇതിൻ്റെ BGM തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം BGM കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ തല തിരിച്ചു കഴിഞ്ഞാൽ BGM, ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇരുന്ന് കഴിഞ്ഞാൽ BGM, അങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം BGM ഇട്ട് ചെവിയുടെ ഇടപാട് തീരുന്ന രീതി വെറുപ്പിച്ച് BGM ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസിൽ കൊള്ളാമെന്ന് തോന്നിയത് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് എന്തോ 3 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞു. 3 നനഞ്ഞ പടക്കം എന്നേ പറയാനുള്ളൂ. നല്ല രീതിയിൽ ഒരു വികാരം ഉണ്ടാക്കാത്ത രീതിയിൽ ഒന്നാമത് ഈ പടത്തിന് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാനേ സാധിച്ചിട്ടുള്ളൂ.
ആൾക്കാരെല്ലാം ചത്തു കുത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനൊന്നും ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആളുകളെല്ലാം നല്ല ബോറടിച്ച്, ഞാൻ പറഞ്ഞില്ല, ഇത്രയും സിനിമ ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കണ്ടൊരു സിനിമ ആദ്യമായിട്ട് കാണുക. എനിക്കൊന്നും എങ്കിലും എന്നെ പോലെ തന്നെ അവർക്കും തോന്നിക്കാണ് എങ്കിലും തീർന്നിട്ട് എണീറ്റ് പോയാൽ മതി. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കഴിഞ്ഞു, ഒരു ആളിനൊക്കെ ഒന്നുമില്ല, ഈ മരണ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പോകുന്നൊരവസ്ഥ. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു രീതിയിലുള്ള ഒരു ഹൈസും തരാത്ത, പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള എന്താ പറയുന്ന ഒന്നും തോന്നാത്ത ഒരു നിർഗുണ സിനിമ എന്നേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, എനിക്ക് ഓക്കെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം മാത്രം കേട്ടോ. എല്ലാവർക്കും കാണുന്ന ആളുകൾക്കെല്ലാം ഓരോരുത്തർക്കും പല പല അഭിപ്രായമായിരിക്കും. എനിക്കെന്തോ വല്ലാത്തൊരു ഡിസാറ്റിസ്ഫാക്ഷനാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടുത്തിടയ്ക്ക് കണ്ടതിലൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് തോന്നിയൊരു സിനിമയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബർത്ത്ഡേ ആയിട്ട് വെറുതെ വിലപ്പെട്ട 2.5 മണിക്കൂർ പോയി. ഇനി പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.